ഹലോ, ഗീതാ ഗോവിന്ദൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലേറെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയോട് രഞ്ജു പറയുന്നുണ്ട്, ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന്. പിന്നെ കാണിക്കുന്നത് അജാസിനെയാണ്. അജാസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിസേൻ്റെ ആവശ്യത്തിന്, ഗോവിന്ദൻ്റെ വിസേൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണല്ലോ. അതിലിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിട്ട് ഇങ്ങനെ അത് ഞാൻ സ്കാൻ ചെയ്ത് അയച്ചാൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ശരി, ഇപ്പം അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് ഫോൺ വിളിക്കുന്നതിന് നമ്മൾ കേൾക്കുള്ളൂ. അങ്ങനെ അജാസ് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ടിങ്ങനെ ഫയലുണ്ട്, ഓൾറെഡി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോവിന്ദൻ്റെ. എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കും. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആണെന്ന് തോന്നുന്നു, സ്കാൻ അയച്ചു കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ അതിലിങ്ങനെ സ്കാൻ ചെയ്യുമ്പം നെയിം ഓഫ് ദ മദർ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്ന് നമ്മുടെ അജാസ് കാണും. അങ്ങനെ അജാസ് സത്യം തിരിച്ചറിയും. വിജയലക്ഷ്മി നമ്മുടെ ഗോവിന്ദ് സാറിൻ്റെ അമ്മയാണെന്നുള്ള കാര്യം തിരിച്ചറിയും. അമ്മയും മകനും എന്താ ഇത്രയും ശത്രുത എന്നൊക്കെ ഇങ്ങനെ അവനിങ്ങനെ പിന്നെ ഇങ്ങനെ രാധികാമ്മ അതിന് പകരമായിട്ട് വന്നു എന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ച് നോക്കും. ഇതെങ്ങനെ സംഭവിക്കും, അമ്മയും മകനും എന്താ ശത്രുത, രാധികാമ്മ എങ്ങനെയാണ് പിന്നെ കയറി വന്നത് അമ്മയായിട്ട്, അങ്ങനെ കുറേ കൺഫ്യൂഷൻ അവനുണ്ടാവും. എന്നിട്ട് ഗീതുവിനോട് ഇത് തുറന്ന് പറയണോ, അങ്ങനെയാണെങ്കിൽ വിജയലക്ഷ്മി ആരാണെന്നുള്ള ആ ഒരു അന്വേഷണത്തിലാണല്ലോ ഗീതു. ഒരു നീണ്ട അന്വേഷണം എന്നെക്കൊണ്ട് നിർത്താൻ പറ്റും, ഗീതുവോട് പറയണോ? പക്ഷെ ഗോവിന്ദ് സാറ് ഒളിപ്പിച്ച് വെച്ച ഈ വലിയ രഹസ്യം ഞാനായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ, വേണ്ടാന്ന് വെക്കും. ഒരു ഹിൻറ്റ് ക്ലൂ കൊടുക്കാമെന്നിങ്ങനെ അജാസ് വിചാരിക്കും. എന്നിട്ട് അജാസ് കാറെടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗീതു ഇങ്ങനെ ആ വിഷമത്തിൽ നടന്നു പോവാണല്ലോ. അപ്പോൾ ഗീതുവിനെ കാണും, കയറാൻ വേണ്ടി പറയും. പക്ഷേ ഭയങ്കര സങ്കടത്തിലായിരിക്കും, ഗീതു കയറില്ല. എന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അജാസ് വീണ്ടും നിർത്തിയിട്ട് പറയും, കയറ് ഗീതു എന്ന് പറയും. അങ്ങനെ എന്നിട്ട് അജാസ് പക്ഷെ വിചാരിക്കുക അവിടെ ലേറ്റായി, കൂട്ടാൻ പോകാൻ ലേറ്റ് ആയതുകൊണ്ട് അവൾ പിണക്കത്തിലാന്ന് അങ്ങനെയാണ് വിചാരിക്കുക. അജാസ് വിസയുടെ കാര്യം ശരിയാക്കാൻ പോയ സമയത്ത് കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് കൂട്ടാൻ പോകാത്തതിൻ്റെ സമയത്ത് എത്താത്തതിൻ്റെ ദേഷ്യത്തിലാണെന്ന് വിചാരിച്ചിട്ട് അയ്യോ സോറി പെങ്ങളെ, കുറച്ച് ലേറ്റായിപ്പോയി, വിസയുടെ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു, ഇത്രയും ടൈമാവെന്ന് വിചാരിച്ചില്ല, ഇതിനു വേണ്ടി ഇങ്ങനെ പിണങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അജാസ് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ പറയും, ഇത് വരാൻ വൈകിയതിൽ എനിക്കൊരു പ്രശ്നവും നിരാശയൊന്നുമില്ല, വേറെയാണെന്ന് പറയും. പിന്നെന്താ അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയും, ഞാൻ ഇഷ്ടപ്പെട്ടവരൊക്കെ എന്നെ ഇങ്ങോട്ടേക്ക് ചതിക്കുകയാണ് ചെയ്തത്, അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട എന്നിങ്ങനെ പറയും. എന്നിട്ട് അജാസ് അങ്ങനെ ചോദിക്കും, ഇപ്പോൾ ഇങ്ങനെയൊരു ഇത്രയും കണ്ണു നിറയ്ക്കാനും ഇത്രയും വിഷമത്തോടെ പറയാനും മാത്രം എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് ഇതിങ്ങനെ പറയും, അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമേ വേണ്ടുള്ളൂ എന്ന് പറയും, അത്രയേ വേണ്ടുള്ളൂ നമ്മളെയൊക്കെ എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അജാസിന് പക്ഷേ കാര്യം മനസ്സിലാവും, എന്തോ ഉടക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിപ്പം അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം അത് കാര്യമാക്കണ്ട, അതിൻ്റെ പിന്നിൽ വേറൊരു റീസൺ ഉണ്ടാവും, അവർക്ക് നിന്നോട് പറയാൻ പറ്റാത്തൊരു വലിയൊരു രഹസ്യം അവരുടെ ഉള്ളിലുണ്ട്, അത് നീ അറിയണ്ട, ഗീതു അറിയണ്ടെന്ന് അവരുടെ മനസ്സിലുണ്ട്, അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയും. ഇനിയിപ്പം ഒരു ഉദാഹരണത്തിന്, നീയും ഗീതുവും വിജയലക്ഷ്മിയും തമ്മിലൊരു വലിയൊരു ബന്ധമുണ്ട്, ദൈവം നിങ്ങൾ തമ്മിൽ അത് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും അജാസ്. നമ്മുടെ ഗീതു മതി ഇനി ആ സ്ത്രീയെ കുറിച്ചിട്ട് എന്നോട് പറയണ്ട, ആ കാര്യം വിടാൻ നമുക്കെന്ന് പറയും. അപ്പോൾ അജാസ് പറയും ഓക്കെ വേണ്ട, ബാക്കിൽ അതാ ഗോവിന്ദ് സാറിൻ്റെ ഫയല്, അതൊന്ന് എടുത്ത് നോക്കി ഈ ഒരു സിറ്റുവേഷൻ മൂടൊന്ന് മാറാമെന്ന് പറയും. അപ്പോൾ ഗീതു പറയും, അതതിന് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ, കോമിക് ബുക്കൊന്നും അല്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ അജാസ് വീണ്ടും പറയും, അതിനെന്താ ഒന്നും തുറന്ന് നോക്ക്, പണ്ട് കിട്ടിയ എന്താ പറയുക പ്രൈസസും ഒളിമ്പ്യൻ ആയതും എല്ലൊക്കെ അറിയാലോ എന്ന് പറയും. ഗീതു പക്ഷേ മൈൻഡാക്കില്ല. എന്നിട്ട് നേരെ നോക്കി വണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് കാർ എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അജാസ് കാർ എടുക്കും. പിന്നെ കാണിക്കുന്നത് കിഷോർ നമ്മുടെ രാധികാമ്മയുടെ ഫോണിലേക്ക് പണ്ടത്തെ ആ വീഡിയോ ഇല്ലേ, ഗീതു ഒളിക്യാമറ വെച്ച് എടുത്ത വീഡിയോ അയച്ചു കൊടുക്കും. എന്നിട്ട് രാധികാമ്മ അത് കണ്ട ഉടൻ തന്നെ കിഷോറിനെ വിളിച്ചിട്ട് പറയും, നീ എന്തിനാ ഇപ്പോൾ പഴയ വീഡിയോ കുത്തിപ്പൊക്കിയതെന്ന് ഇങ്ങനെ ചോദിക്കും, എന്താ ഉദ്ദേശം ചോദിക്കും. അപ്പോൾ കിഷോർ പറയും, ഞാൻ ഇന്നലെ വൈകുന്നേരം തൊട്ട് വിളിക്കുന്നതാണ്, എന്നിട്ട് ഫോൺ എടുത്തില്ല, ഇപ്പോൾ ആ വീഡിയോ അയച്ച ഉടനെ ഇങ്ങോട്ട് വിളി വന്നില്ലേ എന്ന് പറയും. നിങ്ങൾ എനിക്ക് അപ്പോൾ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ എപ്പോൾ തരും എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ അവർണികയാണെങ്കിൽ ഇത് പുറത്തുനിന്ന് കേൾക്കുന്നുമുണ്ട്, എത്രയാണ് നിനക്ക് വേണ്ടത്, എത്രയാണ് ഉദ്ദേശിക്കുന്നത് രാധികാമ്മ ചോദിക്കും. അപ്പോൾ 10 കോടിയാണ് നിങ്ങൾ എനിക്ക് ഓഫർ ചെയ്തത്, അതിൽ 1 കോടി കിട്ടിയിട്ടുണ്ട്, ബാക്കി എപ്പോൾ തരും എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ രാധികാമ്മ പറയും, ഗീതുവിനെ ഈ അറയ്ക്കൽ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാലാണ് ഈ പണം ഓഫർ ചെയ്തത്, നീ പറഞ്ഞ കാര്യം ചെയ്തിട്ടുമില്ല, ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നീ പുറത്താവുന്ന സാഹചര്യം കൂടിയാണ്, അപ്പോൾ നിനക്ക് ഇനി ആ പൈസ കിട്ടില്ല എന്ന് പറയും. ഹോസ്പിറ്റൽ ചിലവിന് വേണമെങ്കിൽ 19,000 തരാമെന്ന് പറയും. അപ്പോൾ കിഷോർ പറയും, ആ 19,000 വല്ല ഭിക്ഷക്കാർക്കും കൊടുത്തേ, അവിടെ വരുന്ന ഭിക്ഷക്കാർക്ക് കൊടുത്തേ, എൻ്റെ വകയായിട്ടെന്ന് പറയും.
പിന്നെ പൈസ തരില്ല എന്നാണെങ്കിൽ ഈ വീഡിയോ ഞാൻ ഗോവിന്ദ് സാറിനും ഗീതുവിനും അയച്ചു കൊടുത്തിട്ട് നിർവൃതി അണഞ്ഞോണെന്ന് പറയും. അപ്പോൾ രാധികാമ്മ പെട്ടു. എന്നിട്ട് രാധികാമ്മ ഇങ്ങനെ കിഷോർ നീ എന്തിനാ വരുന്നതെന്ന് അറിയാം. അപ്പോൾ കിഷോർ പറയും സൗണ്ടൊക്കെ കുറഞ്ഞു പോയല്ലോ, വീര്യം കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് 9 കോടി തയ്യാറാക്കാൻ അറേഞ്ച് ചെയ്യാനുള്ളൊരു സമയം മാത്രം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇനി എപ്പോൾ ഞാൻ ക്യാഷ് കിട്ടാൻ ചോദിക്കേണ്ട എപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ രാധികാമ്മ പറയും ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം എന്ന് പറയും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരുടെ കേൾക്കുന്നുണ്ട്. ആ ഫോൺ അവിടെ വെച്ചിട്ട് കിഷോർ വേഗം കിടന്നുറങ്ങും. എന്നിട്ട് അവരുടെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എങ്ങനെയെങ്കിലും അത് ആ വീഡിയോസ് ഗീതുവിന് അയച്ചു കൊടുക്കണം ഇങ്ങനെ വിചാരിച്ചിട്ട് അവൾ അങ്ങോട്ടേക്ക് പോകും. പിന്നെ അതവിടെ കഴിയാത്രേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് അജാസും ഗീതുവും കൂടെ വീട്ടിലെത്തി. എന്നിട്ട് അജാസ് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ പറയും ഈ ഫയൽ അങ്ങോട്ടേക്ക് എടുത്തേക്ക്, വെറുതെ ഇരിക്കുമ്പോൾ ഇതൊന്നും തുറന്ന് വായിച്ച് നോക്കുന്നൊക്കെ പറയും. ഗീതു പിന്നെയും പറയും വേണ്ട ഇക്ക തന്നെ അത് കണ്ണേട്ടന് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ അജാസ് പറയും ഞാൻ വെറുതെ അങ്ങോട്ടേക്ക് വരണ്ടല്ലോ, പെങ്ങൾ എന്തായാലും പോകുന്നില്ല, ഇതങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഏൽപ്പിക്കും. ഇനി എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനി പെങ്ങളുടെ കയ്യിലാണ് ഇത് മൊത്തം ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയും. എന്നിട്ട് ഗീതു പറയും അധികം ചിരിക്കണ്ട, ഞാനിത് പ്രമോയിൽ കാണുന്ന പോലെ തന്നെ കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ആൻസർ പറയേണ്ടത് ഇക്കയാണെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും. പിന്നെ ഉള്ളിൽ നമ്മുടെ പ്രിയ ഭീഷണം പിടിച്ചിരിക്കുവാണ്. എന്നിട്ട് ഗീതു വരും. ഗീതു വന്നപ്പോൾ തന്നെ പ്രിയ ഇങ്ങനെ ബാക്കിൽ നോക്കും. അപ്പോൾ ഗീതു ചോദിക്കും ആരെയാണ് നീ നോക്കുന്നതെന്ന് ചോദിക്കും. അവളെയും കൊണ്ടാണോ വന്നതെന്ന് ഇങ്ങനെ പ്രിയ ചോദിക്കും. അപ്പോൾ ആരെയെന്ന് ഗീതു ചോദിക്കും. അപ്പോൾ ആ കുഞ്ചുവിനും കൂടെ കൂട്ടിയിട്ടാണോ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഗീതു പറയും രഞ്ജു ഇവിടെ തന്നെയല്ലേ ഉണ്ടായത്, ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവൾ തിരിച്ചിങ്ങോട്ട് വരുന്നാൽ എന്താ പ്രശ്നം, മുന്നേ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവൾ ഇനി ഇവിടെ വേണ്ടെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അവൾ ഇപ്പോൾ രേഖ പറയും അവൾ ഗോവിന്ദേട്ടനെ ആരാണെന്ന് ഉള്ള പ്രശ്നമാണ്, അറിയാത്തുള്ള പ്രശ്നമാണ്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ തീരുന്നു പറയും. അപ്പോൾ ഗീതു പറയും അവൾ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗീതു ചേച്ചി അവൾ ഇവിടെ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്, എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, എന്നിട്ടും ഗീതു ചേച്ചി അവളോട് പോകാനോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് എന്താ കാരണം എന്നുള്ളത് നീ ശരിക്കും തെളിച്ച് പറ, എന്നിട്ട് അതിനുള്ള പരിഹാരം കാണാമെന്ന് ഗീതു പറയും. അപ്പോൾ പ്രിയ പറയും പറയാം പക്ഷേ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ റൂമിലേക്ക് വന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പം ഗീതു ഇങ്ങനെ ആ ഫയൽ ഉള്ളിലേക്ക് കബോർഡിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ പ്രിയ വരും. ഗീതു ചേച്ചി ഞാനല്ല ഏട്ടൻ്റെ പെങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ദേഷ്യത്തോടെ സംസാരിച്ചിട്ട് വരും. പിന്നെ എങ്ങനെയാണ് അവൾ ഏട്ടൻ്റെ പെങ്ങളെ പോലെ ആവുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും, എന്നെ പോലെ ആവുന്നതെന്ന് പറയും. അപ്പോൾ ഗീതു പിന്നെയും ഞെട്ടും, നിന്നെപ്പോലെയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പ്രിയ പറയും അങ്ങനെ പറഞ്ഞു, അമ്മ ഏട്ടനോട് ചോദിച്ചു രഞ്ജു ആരാന്ന്, അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നെപ്പോലെയാണെന്ന്. അപ്പോൾ ഗീത വീണ്ടും ഞെട്ടി, അതങ്ങനെ വെറുതെ ആയിരിക്കും, പെങ്ങളുടെ സ്ഥാനം മോൾക്ക് തന്നെയാണ്, വേറെ ആയിരിക്കുമല്ലോ എന്നിട്ട് ഇങ്ങനെ പ്രിയ സമ്മതിപ്പിക്കും. എന്നിട്ട് ഇടയ്ക്ക് ആ ഫയൽ വീണ്ടും കബോർഡിൽ വെക്കാൻ പോകുമ്പോൾ വീണ്ടും പ്രിയ ഇങ്ങനെ തിരിച്ചിട്ടിങ്ങനെ പറയും ഗോവിന്ദേട്ടൻ എന്നോട് ഇപ്പോൾ പഴയ സ്നേഹമൊന്നുമില്ല, എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല, പണ്ട് രാവിലെയും വൈകുന്നേരം വിളിക്കുന്ന എന്നെ ഇപ്പം ഇടയ്ക്ക് മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഗീതു ഫയൽ വെക്കാൻ നോക്കും. പിന്നെയും പ്രിയ ഇങ്ങനെ തട്ടി മാറ്റും കൈ. അപ്പോൾ ഫയൽ നേരെ നിലത്ത് വീണിട്ട് ഫുൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പുറത്ത് വീഴും. അപ്പോൾ പ്രിയ സോറി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗീതു ഇങ്ങനെ അത് എടുത്ത് വെക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെക്കുമ്പോൾ പ്രിയ ഇങ്ങനെ ഓരോ കാര്യം പറയും, എന്നെ ഡെലിവറിക്കായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങില്ല, അതിന് ഏട്ടനൊരു ശ്രദ്ധയില്ല, ചേച്ചിയാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഗീതു പറയും മോള് പേടിക്കണ്ട, ഗോവിന്ദേട്ടൻ നിങ്ങൾ വന്നോട്ടെ ഞാൻ പറഞ്ഞോളാം എന്നിങ്ങനെ പറയും. അങ്ങനെ അവൾ ലാസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കും ഫസ്റ്റിൽ തന്നെ. ആ സർട്ടിഫിക്കറ്റിൽ സത്യം ഉണ്ടാവും. അവൾ ഇനി കാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല, നാളെ പറയാൻ പറ്റില്ല. ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. കാണില്ല എന്നാണ് എൻ്റെ ഒരു നീട്ടിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ. താങ്ക് യു സോ മച്ച്.